എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്ലസ് 1 ജിയോഗ്രഫിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്തിരുന്നു. എന്നാൽ ഈ വീഡിയോയിൽ നമ്മൾ സെക്കൻഡ് ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് പാർട്ട് 1 ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇത് രണ്ട് പാർട്ടായിട്ടേ ചെയ്യാൻ പറ്റൂ. കാരണം വീഡിയോയുടെ ലെങ്ത് നന്നായിട്ട് കൂടും. അതുകൊണ്ട് മാത്രമാണ്. നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. ഭൂമിയുടെ ഉത്ഭവവും പരിണാമവും എന്നാണ് പേര്. രണ്ടാമത്തെ ചാപ്റ്ററാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഏറ്റവും ആധുനികവും ശാസ്ത്രീയവുമായ സിദ്ധാന്തം ഏതാണ്? ഉത്തരം ബിഗ് ബാങ് തിയറിയാണ്, മഹാവിസ്ഫോടന സിദ്ധാന്തം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മഹാവിസ്ഫോടന സിദ്ധാന്തം അതായത് ബിഗ് ബാങ് തിയറി ആവിഷ്കരിച്ചത് ആരാണ്? ഉത്തരം ജോർജ് ലെമേറ്റർ ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തെളിവ് സഹിതം സമർത്ഥിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? എഡ്വിൻ ഹബിൾ ആണ് ആൻസർ. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഗ്രഹങ്ങളുടെ ഉത്ഭവത്തെക്കുറിച്ച് ഇമാനുവൽ കാന്റ് മുന്നോട്ട് വെക്കുകയും ലാപ്ലാസ് പരിഷ്കരിക്കുകയും ചെയ്ത സിദ്ധാന്തം ഏതാണ്? ഉത്തരം നെബുലാർ ഹൈപ്പോത്തസിസ്, നിഹാരിക സിദ്ധാന്തം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, സൂര്യന് സമീപത്തു കൂടി മറ്റൊരു നക്ഷത്രം കടന്നുപോയപ്പോൾ ഉണ്ടായ വേലിയേറ്റ പ്രതിഭാസമാണ് ഗ്രഹങ്ങളുടെ രൂപീകരണത്തിന് കാരണമായതെന്ന് പറയുന്ന സിദ്ധാന്തം ഏതാണ്? ടൈഡൽ ഹൈപ്പോത്തസിസ്. ആറാമത്തെ ക്വസ്റ്റ്യൻ, പ്രപഞ്ചം വികസിക്കുന്നില്ല, അത് എപ്പോഴും ഒരേപോലെ തുടരുകയാണ് എന്ന് വാദിച്ച സ്റ്റഡി സ്റ്റേറ്റ് സിദ്ധാന്തം അവതരിപ്പിച്ചത് ആര്? ഹോയൽ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, പ്രപഞ്ചത്തിന്റെ ഏകദേശ പ്രായം എത്ര വർഷമാണ്? ഉത്തരം 13.7 ബില്യൺ, 1370 കോടി വർഷങ്ങൾ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഭൂമിയുടെ ഏകദേശ പ്രായം എത്ര വർഷമാണ്? 4.6 ബില്യൺ, 460 കോടി വർഷങ്ങളാണ്. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, നക്ഷത്രങ്ങൾ രൂപം കൊള്ളുന്നത് പ്രധാനമായും ഏത് വാതകം അടങ്ങിയ മേഘങ്ങളിൽ നിന്നാണ്? ഉത്തരം ഹൈഡ്രജൻ. പത്താമത്തെ ക്വസ്റ്റ്യൻ, ഒരു പ്രകാശവർഷം എന്നത് എന്തിന്റെ അളവാണ്? ഉത്തരം ദൂരത്തിന്റെ അളവ്. 11ാമത്തെ ക്വസ്റ്റ്യൻ, നമ്മുടെ സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സിയുടെ അതായത് ആകാശഗംഗ വ്യാസം എത്ര പ്രകാശവർഷമാണ്? 80,000 മുതൽ 15 ലക്ഷം വരെ പ്രകാശവർഷങ്ങൾ. 80,000 to 15 ലക്ഷം ലൈറ്റ് ഇയേഴ്സ്. 12ാമത്തെ ക്വസ്റ്റ്യൻ, സൗരയൂഥത്തിലെ ഗ്രഹങ്ങളെ പ്രധാനമായും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. അവ ഏതെല്ലാമാണ്? ആന്തരിക ഗ്രഹങ്ങളും ബാഹ്യഗ്രഹങ്ങളും, അതായത് ടെറസ്ട്രിയൽ പ്ലാനറ്റും ജോവിയൻ പ്ലാനറ്റും. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ എന്നീ 4 ഗ്രഹങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ആന്തരിക ഗ്രഹങ്ങൾ. ടെറസ്ട്രിയൽ പ്ലാനറ്റ് ഇവ പാറകൾ നിറഞ്ഞവയാണ്. 14ാമത്തെ ക്വസ്റ്റ്യൻ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നീ അവസാന 4 ഗ്രഹങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ഉത്തരം ബാഹ്യഗ്രഹങ്ങൾ, ജോവിയൻ ഓർ ഗ്യാസ് പ്ലാനറ്റ്. ഇവ വാതകങ്ങൾ നിറഞ്ഞവയാണ്, ഗ്യാസ് ജെയിൻ പ്ലാനറ്റ്. 15ാമത്തെ ക്വസ്റ്റ്യൻ, ആന്തരിക ഗ്രഹങ്ങൾക്ക് ബാഹ്യഗ്രഹങ്ങളെ അപേക്ഷിച്ച് ഉപഗ്രഹങ്ങളുടെ എണ്ണം എങ്ങനെയുള്ളതാണ്? വളരെ കുറവാണ്. 16ാമത്തെ ക്വസ്റ്റ്യൻ, ഭൂമിയുടെ ഏക ഉപഗ്രഹമായ ചന്ദ്രന്റെ ഉത്ഭവത്തിന് കാരണമായ ഭീമമായ ആഘാതത്തെ ജയന്റ് ഇമ്പാക്റ്റിനെ വിശേഷിപ്പിക്കുന്ന പേരെന്ത്? ദ ബിഗ് സ്പ്ലാറ്റ്. 17ാമത്തെ ക്വസ്റ്റ്യൻ, ചന്ദ്രൻ രൂപം കൊണ്ടത് ഏകദേശം എത്ര വർഷങ്ങൾക്ക് മുൻപാണ്? ഉത്തരം 4.44 ബില്യൺ, 444 കോടി വർഷങ്ങൾക്ക് മുമ്പ്. 18ാമത്തെ ക്വസ്റ്റ്യൻ, ഭൂമിയുടെ ആന്തരിക ഘടന രൂപപ്പെടുന്നതിലേക്ക് നയിച്ച ഭാരമേറിയ മൂലകങ്ങൾ കേന്ദ്രത്തിലേക്കും ഭാരം കുറഞ്ഞവ ഉപരിതലത്തിലേക്കും മാറിയ പ്രക്രിയ ഏതാണ്? ഡിഫറൻസിയേഷൻ. 19ാമത്തെ ക്വസ്റ്റ്യൻ, ഭൂമിയുടെ ആദ്യകാല അന്തരീക്ഷത്തിലുണ്ടായിരുന്ന ഹൈഡ്രജൻ, ഹീലിയം,
തുടങ്ങിയ വാതകങ്ങൾ നഷ്ടപ്പെടാൻ കാരണമായ പ്രതിഭാസം ഏത്? സൗരവാതകങ്ങൾ, സോളാർ വിൻഡ്സ്. സൗരവാതങ്ങൾ. 20. ആദ്യകാലത്ത് ഭൂമിയുടെ ഉള്ളിൽ നിന്നും നീരാവിയും വാതകങ്ങളും പുറന്തള്ളപ്പെട്ട് അന്തരീക്ഷം രൂപപ്പെട്ട പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്ത്? ഡീഗ്രേസിംഗ്. വാതക വിമുക്തമാക്കൽ, ഡീഗ്രാസിംഗ്. 21ാമത്തെ ക്വസ്റ്റ്യൻ. ആദ്യമായി ജീവൻ പ്രത്യക്ഷപ്പെട്ടത് ഏകദേശം എത്ര വർഷങ്ങൾക്ക് മുമ്പാണ്? ഉത്തരം 3.8 ബില്യൺ, 380 കോടി വർഷങ്ങൾക്ക് മുമ്പ്. സമുദ്രങ്ങളിലാണ്. 22ാമത്തെ ക്വസ്റ്റ്യൻ. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവ് വൻതോതിൽ വർദ്ധിക്കാൻ കാരണമായ പ്രക്രിയ ഏതാണ്? പ്രകാശ സംശ്ലേഷണം. അത് സയാനോബാക്ടീരിയകൾ വഴിയാണ്. 23ാമത്തെ ക്വസ്റ്റ്യൻ. ശൂന്യാകാശത്ത് പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം. പ്രകാശത്തിന്റെ വേഗത എത്രയാണ്? സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ. 24ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു പ്രകാശവർഷം എന്നത് ഏകദേശം എത്ര കിലോമീറ്റർ ആണ്? ഉത്തരം 9.46 × 10⁻12, അതായത് 9.46 ട്രില്യൺ കിലോമീറ്റർ. 25ാമത്തെ ക്വസ്റ്റ്യൻ. സൂര്യനിൽ നിന്നും പുറപ്പെടുന്ന പ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം എത്ര? ഉത്തരം 8.31 മിനിറ്റ്, ഏകദേശം 500 സെക്കൻഡ്. സൂര്യനിൽ നിന്നും പുറപ്പെടുന്ന പ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയമാണ്. 26ാമത്തെ ക്വസ്റ്റ്യൻ. സൂര്യനും ഭൂമിയും തമ്മിലുള്ള ശരാശരി ദൂരം എത്രയാണ്? 149.6 മില്യൺ കിലോമീറ്റർ, ഏകദേശം 15 കോടി കിലോമീറ്റർ ആണ് സൂര്യനും ഭൂമിയും തമ്മിലുള്ള ശരാശരി ദൂരം. 27ാമത്തെ ക്വസ്റ്റ്യൻ. നക്ഷത്രങ്ങളുടെ ജീവിത ചക്രത്തിൽ അവ സ്വയം തകർന്ന് വലിയ പ്രകാശത്തോടെ പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്ത്? സൂപ്പർനോവ. 28ാമത്തെ ക്വസ്റ്റ്യൻ. ഗ്രഹരൂപീകരണത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ വാതകമേഘങ്ങൾ ഒട്ടിപ്പിടിച്ച് രൂപപ്പെടുന്ന ചെറിയ പാറക്കഷണങ്ങളെ പോലുള്ള വസ്തുക്കളെ എങ്ങനെ വിളിക്കുന്നു? പ്ലാനറ്റെസിമൽസ്. 29ാമത്തെ ക്വസ്റ്റ്യൻ. ബാഹ്യഗ്രഹങ്ങൾക്ക്, അതായത് ജോവിയൻ പ്ലാനറ്റ്സിന് ആന്തരിക ഗ്രഹങ്ങളെക്കാൾ കൂടുതൽ അന്തരീക്ഷവും വാതകങ്ങളും നിലനിർത്താൻ കഴിഞ്ഞതിന്റെ പ്രധാന കാരണമെന്ത്? സൂര്യനിൽ നിന്നുള്ള ദൂരം കൂടുതലായതിനാൽ സൗരവാതകങ്ങളുടെ തീവ്രത കുറവായിരുന്നു, കൂടാതെ ഉയർന്ന ഗുരുത്വാകർഷണ ബലവും. 30ാമത്തെ ക്വസ്റ്റ്യൻ. ഭൂമിയിലെ സമുദ്രങ്ങൾ രൂപം കൊണ്ടത് ഏകദേശം എത്ര വർഷങ്ങൾക്ക് മുമ്പാണ്? ഉത്തരം 4 ബില്യൺ, 400 കോടി വർഷങ്ങൾക്ക് മുമ്പ്. ഭൂമി രൂപപ്പെട്ട് 60 കോടി വർഷങ്ങൾക്കുള്ളിൽ. 31ാമത്തെ ക്വസ്റ്റ്യൻ. ആദ്യകാല സമുദ്രങ്ങളിൽ ജീവന്റെ ഉത്ഭവത്തിന് കാരണമായ ലളിതമായ ഏകകോശ ജീവികൾ ഏവ? ഉത്തരം നീലഹരിത പായലുകൾ, അതായത് സയനോബാക്ടീരിയ. 32ാമത്തെ ക്വസ്റ്റ്യൻ. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഓക്സിജൻ ഇന്നത്തെ അളവായി 21% എത്തിയത് ഏകദേശം എത്ര വർഷങ്ങൾക്ക് മുൻപാണ്? 2 ബില്യൺ, അതായത് 200 കോടി വർഷങ്ങൾക്ക് മുമ്പ്. 33ാമത്തെ ക്വസ്റ്റ്യൻ. ഭൂമിയുടെ ചരിത്രത്തെ കാലഘട്ടങ്ങളായി തരംതിരിച്ചിരിക്കുന്ന ടൈം സ്കെയിലിന്റെ പേരെന്ത്? ജിയോളജിക്കൽ ടൈം സ്കെയിൽ. 34ാമത്തെ ക്വസ്റ്റ്യൻ. ഭൂമിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സമയദൈർഘ്യമുള്ള കാലയളവിനെ പൊതുവായി പറയുന്ന പേരെന്ത്? ഇയോൺ. 35. ഇയോണുകളെ വീണ്ടും ചെറിയ കാലഘട്ടങ്ങളായി തിരിച്ചിരിക്കുന്നു. ഇവയെ എങ്ങനെ വിളിക്കുന്നു? ഇറകൾ, ഇറാസ് യുഗങ്ങൾ. 36. ഇറാസിനെ വീണ്ടും വിഭജിച്ചിരിക്കുന്നത് ഏത് പേരിലാണ്? പീരിയഡ്സ്. 37ാമത്തെ ക്വസ്റ്റ്യൻ. മനുഷ്യന്റെ ഉത്ഭവം നടന്നത് ജിയോളജിക്കൽ ടൈം സ്കെയിലിലെ ഏത് ഇറയിലാണ്? സെനോസോയിക് ഇറ. സിനോസോയിക് ഇറയിലാണ് മനുഷ്യന്റെ ഉത്ഭവം നടന്നത്. ഡൈനോസറുകൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതും പിന്നീട് വംശനാശം സംഭവിച്ചതുമായ പ്രധാന കാലഘട്ടം ഏത് ഇറയിലാണ്?
ഏതിലാണ്? മിസോസോയിക് ഇറയിലാണ് ഡൈനോസറുകൾ ഭൂമി ജീവിച്ചിരിച്ചിരുന്നതും പിന്നീട് വംശനാശം സംഭവിച്ചതുമായ പ്രധാന കാലഘട്ടം. 39ാമത്തെ ക്വസ്റ്റ്യൻ, ഭൂമിയിൽ ആദ്യമായി ഉരകങ്ങളും കൽക്കരി നിക്ഷേപങ്ങളും രൂപം കൊണ്ട കാലഘട്ടം ഏതാണ്? പാലിയോസോയിക് ഇറയിലാണ് ഭൂമിയിൽ ആദ്യമായി ഉരകങ്ങളും കൽക്കരി നിക്ഷേപങ്ങളും രൂപം കൊണ്ട കാലഘട്ടം. 40ാമത്തെ ക്വസ്റ്റ്യൻ, ഭൂമിയിൽ ജീവന്റെ യാതൊരു ലക്ഷണവും ഇല്ലാതിരുന്ന ഏറ്റവും ആദ്യത്തെ കാലഘട്ടത്തെ എങ്ങനെ വിശേഷിപ്പിക്കുന്നു? ഹേഡിയൻ ഇയൺ എന്നാണ് ഭൂമിയിൽ ജീവന്റെ യാതൊരു ലക്ഷണവും ഇല്ലാതിരുന്ന ഏറ്റവും ആദ്യത്തെ കാലഘട്ടം. 41ാമത്തെ ക്വസ്റ്റ്യൻ, ആദ്യമായി കരയിൽ ജീവികൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത് ഏത് പീരിയഡിലാണ്? സിലൂറിയൻ പീരിയഡ്. 44ാമത്തെ ക്വസ്റ്റ്യൻ, നെബുലാർ ഹൈപ്പോത്തസിസ് അനുസരിച്ച് ഗ്രഹങ്ങൾ രൂപപ്പെടുന്നതിന് മുൻപ് നിഹാരികയുടെ മധ്യഭാഗത്ത് കേന്ദ്രീകരിക്കപ്പെട്ട പിണ്ഡം പിന്നീട് എന്തായി മാറി? സൂര്യൻ. നെബുലാർ ഹൈപ്പോത്തസിസ് അനുസരിച്ച് ഗ്രഹങ്ങൾ രൂപപ്പെടുന്നതിന് മുൻപ് നിഹാരികയുടെ മധ്യഭാഗത്ത് കേന്ദ്രീകരിക്കപ്പെട്ട പിണ്ഡം പിന്നീട് എന്തായി മാറി? സൂര്യൻ, സൺ. 43ാമത്തെ ക്വസ്റ്റ്യൻ, ആന്തരിക ഗ്രഹങ്ങളുടെ ഉപരിതലത്തിൽ അന്തരീക്ഷവാതകങ്ങൾ കുറവായിരിക്കാൻ കാരണം അവ സൂര്യനോട് അടുത്തായത് കൊണ്ടാണ്. എന്നാൽ ഇതിന് പുറമെയുള്ള മറ്റൊരു കാരണം എന്താണ്? കുറഞ്ഞ ഗുരുത്വാകർഷണ ബലം. 44ാമത്തെ ക്വസ്റ്റ്യൻ, ഭൂമിയുടെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട് ബൈനറി തിയറികൾ എന്നറിയപ്പെടുന്ന ഏത് തരം സിദ്ധാന്തങ്ങളെയാണ്? സൂര്യനെ കൂടാതെ മറ്റൊരു സഹനക്ഷത്രം കൂടി ഗ്രഹരൂപീകരണത്തിൽ പങ്കാളിയായി എന്ന് വാദിക്കുന്ന സിദ്ധാന്തങ്ങൾ. ഭൂമിയുടെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട് ബൈനറി തിയറികൾ എന്നറിയപ്പെടുന്നത് ഏത് തരം സിദ്ധാന്തങ്ങളെയാണ്? ഉത്തരം സൂര്യനെ കൂടാതെ മറ്റൊരു സഹനക്ഷത്രം കൂടി ഗ്രഹരൂപീകരണത്തിൽ പങ്കാളിയായി എന്ന് വാദിക്കുന്ന സിദ്ധാന്തങ്ങളെ. 45ാമത്തെ ക്വസ്റ്റ്യൻ, ഭൂമിയുടെ പരിണാമഘട്ടത്തിൽ ഇരുമ്പ്, നിക്കൽ തുടങ്ങിയ ഭാരമേറിയ മൂലകങ്ങൾ ഭൂമിയുടെ ഏത് ഭാഗത്താണ് കേന്ദ്രീകരിക്കപ്പെട്ടത്? കേന്ദ്രക്കാമ്പിലാണ്. 46ാമത്തെ ക്വസ്റ്റ്യൻ, ആദ്യകാല അന്തരീക്ഷത്തിൽ മാറ്റം വരുത്തി ഇന്നത്തെ നൈട്രജനും ഓക്സിജനും നിറഞ്ഞ അന്തരീക്ഷമാകാൻ സഹായിച്ച ജീവന്റെ പരിണാമ പ്രക്രിയ ഏതാണ്? പ്രകാശ സംശ്ലേഷണം. 47ാമത്തെ ക്വസ്റ്റ്യൻ, ചന്ദ്രന്റെ രൂപീകരണത്തിന് കാരണമായത് ബിഗ് സ്പ്ലാറ്റ് നടന്നപ്പോൾ ഭൂമിയിൽ നിന്നും തെറിച്ചുപോയ ഭാഗമാണ് ഇന്ന് ഈ പ്രദേശം എന്ന് ചില ശാസ്ത്രജ്ഞർ കരുതുന്നു. ഏതാണ് ആ പ്രദേശം? പസഫിക് സമുദ്രം രൂപപ്പെട്ട ഭാഗം. 48ാമത്തെ ക്വസ്റ്റ്യൻ, ഭൂമിയുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള ആദ്യകാല സിദ്ധാന്തങ്ങളിൽ തരംഗ സിദ്ധാന്തം ജെയിംസ് ജീൻസിനൊപ്പം ചേർന്ന് പരിഷ്കരിച്ച ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞൻ ആര്? ഹരോൾഡ് ജെഫ്രി. 49ാമത്തെ ക്വസ്റ്റ്യൻ, 2ാം അധ്യായത്തിലെ വിവരണം അനുസരിച്ച്, അതായത് ഈ ചാപ്റ്ററിലെ വിവരണം അനുസരിച്ച് പ്രപഞ്ചം വികസിക്കുന്നതിനെ ഒരു ലളിതമായ പരീക്ഷണത്തിലൂടെ മനസ്സിലാക്കാൻ ശാസ്ത്രജ്ഞൻ ഉദാഹരണമായി കാട്ടിത്തരുന്നത് എന്തിനെയാണ്? അത് ഈ പാഠപുസ്തകം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. കൃത്യമായിട്ട് നിങ്ങളോട് പഠിക്കുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഈ പാഠപുസ്തകം എടുത്ത് വായിക്കുന്നത് നല്ല ഉപകാരപ്പെടും. ഇതിന്റെ ഉത്തരവെന്ന് വെച്ചാൽ കുമിള വലിപ്പമുള്ള കുത്തുകൾ ഇട്ട ഒരു ബലൂൺ വീർപ്പിക്കുന്നതിനെ, അതായത് ബലൂൺ എക്സ്പെരിമെന്റ് എന്ന് വെച്ചാൽ 2ാം അധ്യായത്തിലെ വിവരണം അനുസരിച്ച് പ്രപഞ്ചം വികസിക്കുന്നതിനെ ഒരു ലളിതമായ പരീക്ഷണത്തിലൂടെ മനസ്സിലാക്കാൻ ശാസ്ത്രജ്ഞൻ ഉദാഹരണമായി കാട്ടിത്തരുന്നത് എന്തിനെയാണ്? അതാണ് ഒരു ബലൂൺ എക്സ്പെരിമെന്റ്, കുമിള വലിപ്പമുള്ള കുത്തുകളിട്ട ഒരു ബലൂൺ വീർപ്പിക്കുന്നതിനെ. 50ാമത്തെ ക്വസ്റ്റ്യൻ, സൂര്യനിൽ നിന്നും അകന്നു പോകുന്തോറും ഗ്രഹങ്ങളുടെ അന്തരീക്ഷത്തിന്റെ കനം പൊതുവായി എങ്ങനെ മാറുന്നു? കൂടിക്കൂടി വരുന്നു. 51ാമത്തെ ക്വസ്റ്റ്യൻ, ഭൂമിയുടെ ഉപരിതലത്തിൽ ആദ്യകാലത്തുണ്ടായിരുന്ന കടുത്ത ചൂട് കുറയാനും ഉപരിതലം തണുത്തുറഞ്ഞ് ഇന്നത്തെ രീതിയിലുള്ള ശിലാമണ്ഡലമായി മാറാനും സഹായിച്ച പ്രധാന പ്രക്രിയ ഏതാണ്? തുടർച്ചയായ ഭീമൻ മഴകളും ജലബാഷ്പീകരണവും വഴി താപം പുറന്തള്ളപ്പെട്ടത്. തുടർച്ചയായ ഭീമൻ മഴകളും ജലബാഷ്പീകരണവും വഴി താപം പുറന്തള്ളപ്പെട്ടത്. 52ാമത്തെ ക്വസ്റ്റ്യൻ, പ്രപഞ്ച ചരിത്രത്തിൽ ഡാർക്ക് ഏജസ്, അതായത് ഇരുണ്ട യുഗം എന്നറിയപ്പെടുന്നത് എപ്പോഴത്തെ കാലഘട്ടത്തെയാണ്?
ഉത്തരം മഹാവിസ്ഫോടനത്തിന് ശേഷം ആദ്യത്തെ നക്ഷത്രങ്ങൾ രൂപം കൊള്ളുന്നത് വരെയുള്ള കാലയളവ് ഏകദേശം 3 ലക്ഷം വർഷങ്ങൾ മുതൽ 40 കോടി വർഷങ്ങൾ വരെ. 53ാമത്തെ ക്വസ്റ്റ്യൻ ആദ്യകാല ഭൗമാന്തരീക്ഷത്തിൽ ജീവന്റെ നിലനിൽപ്പിന് ഹാനികരമായിരുന്നതും എന്നാൽ പിന്നീട് ഓസോൺ പാളിയായി പരിണമിച്ചതുമായ പ്രധാന വാതകം ഏതാണ്? ഓക്സിജൻ. എന്നുവെച്ചാൽ 54ാമത്തെ ക്വസ്റ്റ്യൻ 53ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓക്സിജൻ. 54ാമത്തെ ക്വസ്റ്റ്യൻ പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ആദ്യമായി തെളിയിച്ചത് എഡ്വിൻ ഹബിൾ ആണ്. ശരിയോ തെറ്റോ? ശരിയാണ്. 55ാമത്തെ ക്വസ്റ്റ്യൻ ഭൂമിയുടെ ആകെ പ്രായം ഏകദേശം 4.6 ബില്യൺ വർഷങ്ങളാണ്. ഭൂമിയുടെ ആകെ പ്രായം ഏകദേശം 4.6 വർഷങ്ങളാണ്. ശരിയാണ്. 56ാമത്തെ ക്വസ്റ്റ്യൻ ജോവിയൻ ഗ്രഹങ്ങൾ പാറകൾ കൊണ്ട് നിർമ്മിതമായവയാണ്. അത് തെറ്റാണ്. അവ വാതകങ്ങൾ നിറഞ്ഞതാണ്. 57ാമത്തെ ക്വസ്റ്റ്യൻ ചന്ദ്രന്റെ ഉത്ഭവത്തിന് കാരണമായ ഭീമമായ ആഘാതം അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? ദ ബിഗ് സ്പ്ലാറ്റ്. 58ാമത്തെ ക്വസ്റ്റ്യൻ ജീവന്റെ ഉത്ഭവം ഭൂമിയിൽ നടന്നത് ഏകദേശം എത്ര വർഷങ്ങൾക്ക് മുമ്പാണ്? 3.8 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ്. 59ാമത്തെ ക്വസ്റ്റ്യൻ ബിഗ് ബാങ് തിയറിക്ക് പകരമായി പ്രപഞ്ചം മാറുന്നില്ല എന്ന് വാദിച്ച സിദ്ധാന്തം ഏതാണ്? സ്റ്റഡി സ്റ്റേറ്റ് സിദ്ധാന്തം. 60ാമത്തെ ക്വസ്റ്റ്യൻ ഭൂമിയിലെ അന്തരീക്ഷത്തിൽ ഓക്സിജൻ വർദ്ധിക്കാൻ കാരണമായ പ്രധാന പ്രക്രിയ ഏത്? പ്രകാശ സംശ്ലേഷണം. 61ാമത്തെ ക്വസ്റ്റ്യൻ സൗരയൂഥത്തിൽ സൂര്യനോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹം ഏതാണ്? ബുധൻ. 62ാമത്തെ ക്വസ്റ്റ്യൻ ആന്തരിക ഗ്രഹങ്ങൾക്ക് ഉപഗ്രഹങ്ങൾ വളരെ കുറവാണ്. ശരിയാണ്. 63ാമത്തെ ക്വസ്റ്റ്യൻ പ്രപഞ്ചത്തിന്റെ ഏകദേശ പ്രായം എത്രയാണ്? 13.7 ബില്യൺ വർഷങ്ങൾ. 64ാമത്തെ ക്വസ്റ്റ്യൻ മഹാവിസ്ഫോടനം നടന്ന് ആദ്യത്തെ എത്ര മിനിറ്റുകളിലാണ് പ്രപഞ്ചത്തിലെ ആദ്യത്തെ ആറ്റം രൂപം കൊണ്ടത്? ആദ്യത്തെ 3 മിനിറ്റുകൾക്കുള്ളിൽ. 65ാമത്തെ ക്വസ്റ്റ്യൻ ബിഗ് ബാങ്ങിന് ശേഷം ഏകദേശം എത്ര വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് പ്രപഞ്ചത്തിന്റെ താപനില 4500 കെൽവിനായി കുറയുകയും പ്രപഞ്ചം സുതാര്യമാവുകയും ചെയ്തത്? 3,80,000 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ. 66ാമത്തെ ക്വസ്റ്റ്യൻ നക്ഷത്ര ഗ്രൂപ്പുകളായ ഗാലക്സികൾ രൂപപ്പെടാൻ തുടങ്ങിയത് എന്ന് മുതലാണ്? ഉത്തരം ബിഗ് ബാങ്ങിന് ശേഷം ഏകദേശം 500 മുതൽ 600 കോടി വർഷങ്ങൾക്കുള്ളിൽ. 67ാമത്തെ ക്വസ്റ്റ്യൻ ഗ്രഹങ്ങളുടെ രൂപീകരണത്തിന് കാരണമാകുന്ന പ്ലാനറ്റമിൽസ് രൂപപ്പെടുന്നത് ഏത് പ്രതിഭാസം വഴിയാണ്? കൊഹിഷൻ എന്ന പ്രതിഭാസം വഴിയാണ്. 67ാമത്തെ ക്വസ്റ്റ്യൻ ഗ്രഹങ്ങളുടെ രൂപീകരണത്തിന് കാരണമാകുന്ന പ്ലാനറ്റിസമൽസ് രൂപപ്പെടുന്നത് ഏത് പ്രതിഭാസം വഴിയാണ്? കൊഹിഷൻ മൂലമാണ്. 68ാമത്തെ ക്വസ്റ്റ്യൻ ഭൂമിയുടെ ആദ്യകാല അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലായി ഉണ്ടായിരുന്ന 2 വാതകങ്ങൾ ഏവ? ഹൈഡ്രജനും ഹീലിയവും. 69ാമത്തെ ക്വസ്റ്റ്യൻ ഭൂമി ഉരുകിയ അവസ്ഥയിലായിരുന്നപ്പോൾ ഭാരം കുറഞ്ഞ സിലിക്കൺ പോലെയുള്ള മൂലകങ്ങൾ മുകളിലേക്ക് വന്ന് രൂപപ്പെടുത്തിയ ഭൂമിയുടെ ഏറ്റവും പുറംപാളി ഏതാണ്? ഉത്തരം ഭൂവൽക്കം. ഭൂമി ഉരുകിയ അവസ്ഥയിലായിരുന്നപ്പോൾ ഭാരം കുറഞ്ഞ സിലിക്കൺ പോലെയുള്ള മൂലകങ്ങൾ മുകളിലേക്ക് വന്ന് രൂപപ്പെടുത്തിയ ഭൂമിയുടെ ഏറ്റവും പുറംപാളി ഏതാണ്? ഭൂവൽക്കം. ഇത്രയുമാണ് പാർട്ട് 1 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഉടൻ തന്നെ പാർട്ട് 2 ഇടുന്നതായിരിക്കും. അതോടെ 2ാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. ഇത് പ്രയോജനപ്പെടുമെന്ന് തോന്നുവാണെങ്കിൽ അഥവാ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.